ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ വർക്ക് എനർജി പവറിലെ 3 ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് ശ്രദ്ധിച്ചോ. എ മൂവിംഗ് ബ്ലോക്ക് ഓഫ് മാസ് എം കൊളൈഡ്സ് വിത്ത് അനദർ സ്റ്റേഷനറി ബ്ലോക്ക് ഓഫ് ഹാവിംഗ് മാസ് 4m. The lighter block comes to rest after collision. When the initial velocity of lighter block is v, then the value of coefficient of restitution is. അപ്പോൾ ഇവിടെ ചോദിച്ചത് കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ കാണാനാണ്. നമുക്ക് എന്തൊക്കെ കണ്ടീഷൻ തന്നിട്ടുണ്ട്? ഒരു കൊളീഷനാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ, കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇ എന്നുള്ള ലെറ്ററാണ് യൂസ് ചെയ്യുക. ഓക്കെ, സ്മോൾ ലെറ്റർ ഇ എന്നുള്ള ലെറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെ കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. അതായത് ശ്രദ്ധിക്കടാ, ഇയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, ഇയുടെ ഇക്വേഷൻ റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. നോക്കടാ, v2 മൈനസ് v1 എന്ന് വെച്ചാൽ എന്താണ്? റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഡിവൈഡഡ് ബൈ u1 മൈനസ് u2 റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കാം. അവിടെ ഈ കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊളീഷൻ നടന്നു കഴിഞ്ഞിട്ട് എത്രത്തോളം കൈനറ്റിക് എനർജി അല്ലെങ്കിൽ എത്രത്തോളം വെലോസിറ്റി ആ പാർട്ടിക്കിൾ റീറ്റെയിൻ ചെയ്തു എന്നതാണ് ഇ കൊണ്ട് സൂചിപ്പിക്കുന്നത്. സപ്പോസ് നോക്കടാ, ഇയുടെ വാല്യൂ 1 ആണെങ്കിൽ ആ കൊളീഷൻ എന്താണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷനാണ്. ഇനി ഇയുടെ വാല്യൂ 0 ആണെങ്കിൽ അത് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് കൊളീഷനാണ്. ഇനി ഇയുടെ വാല്യൂ 1-ൻ്റെയും 0-ൻ്റെയും ഇടയിലാണെങ്കിൽ അതെന്ത് കൊളീഷനാണ്? പാർഷ്യലി ഇലാസ്റ്റിക് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാൻ തുടങ്ങാം. നോക്കടാ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞു എന്താണ്? ഒരു ലൈറ്റർ മാസ് ഓഫ് എം എന്തായി? അത് വന്നിട്ട് ഒരു ഹെവിയർ മാസ് 4m ഉള്ള അത് റെസ്റ്റിലാണ്. 4m എന്താണ്? റെസ്റ്റിലാണ്. സപ്പോസ് ഇത് v എന്ന വെലോസിറ്റിയിലാണ് വരുന്നത്. മാസ് എം v എന്ന വെലോസിറ്റിയിൽ വന്നു, കൊളീഷൻ നടന്നിട്ട് ശ്രദ്ധിച്ചോ, എം എന്നുള്ള മാസ് ലൈറ്റർ മാസ് റെസ്റ്റിലായി, 4m മാസ് യു വെലോസിറ്റിയിൽ പോയി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണല്ലോ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ലൈറ്റർ ബ്ലോക്ക് കംസ് ടു റെസ്റ്റ് ആഫ്റ്റർ കൊളീഷൻ. ലൈറ്റർ ബ്ലോക്ക് എന്തായി? ഇവിടെ വന്നിട്ട് റെസ്റ്റിലായി. അപ്പോൾ ആരാണ് ചലിക്കുക? 4m മാസുള്ള ബ്ലോക്കാണ് ചലിക്കുക. നോക്കടാ, കൊളീഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം അല്ലേ? കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. നോക്കടാ, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം എന്താ പറയുന്നത്? ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഈക്വൽ ടു ടോട്ടൽ മൊമെൻറ്റം ആഫ്റ്റർ കൊളീഷൻ അല്ലേ? പി ടോട്ടൽ മൊമെൻറ്റം ബിഫോർ കൊളീഷൻ ഞാൻ ഇനീഷ്യൽ നിന്ന് കൊടുത്തു. ഓക്കെ, പി ടോട്ടൽ ആഫ്റ്റർ കൊളീഷൻ ഞാൻ ഫൈനൽ നിന്ന് കൊടുത്തു. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇതാണല്ലോ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. നോക്കടാ, ഇനീഷ്യലി ലൈറ്റർ മാസ് എമ്മിൻ്റെ വെലോസിറ്റി എത്ര? ഇൻറ്റു വി അല്ലേ? മാസിൻ്റെ വെലോസിറ്റി മൊമെൻറ്റം പ്ലസ് 4m റെസ്റ്റിലല്ലേ? 4m ഇനീഷ്യലി റെസ്റ്റിലല്ലായിരുന്നു. സോ 4m ഇൻറ്റു 0 വിച്ച് വിൽ ബി ഈക്വൽ ടു, നോക്കടാ, കൊളീഷന് ശേഷം ലൈറ്റർ മാസിൻ്റെ വെലോസിറ്റി 0 ആയി, 4m മാസ് ഉള്ളതിൻ്റെ വെലോസിറ്റി u ആയി. ഇതാണ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റത്തിൻ്റെ റൂള്. ഇനി നോക്കടാ, ഇത് 0 ആയി പോയില്ലേ? ഇതും 0 അല്ലേ? ബാക്കി നമുക്ക് എന്താ കിട്ടുക? എം വി ഈക്വൽ ടു 4m u. മാസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്താണ് ഉണ്ടാവുക? വി ഈക്വൽ ടു 4u എന്ന് കിട്ടി. വി ആയിരുന്നു ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, വി ആയിരുന്നു ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ വെലോസിറ്റി ആയി തന്നത്. സോ യു ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. യു നമുക്ക് എന്ത് കിട്ടി? v/4 എന്ന് കിട്ടി. യു എന്ത് കിട്ടി? v/4. ഇവിടെ യു എന്ന് എന്താണ് ഉദ്ദേശിച്ചത്? വെലോസിറ്റി ഓഫ് മാസ് 4m ആഫ്റ്റർ കൊളീഷൻ. കൺഫ്യൂഷൻ ആവരുതേ. യു ഇവിടെ എന്താണ്? വെലോസിറ്റി ഓഫ് 4m മാസ് ആഫ്റ്റർ കൊളീഷൻ ആണ്. അവിടെ ശ്രദ്ധിക്കടാ, ഇയുടെ ഇക്വേഷൻ എന്തായിരുന്നു? കോയിഫിഷ്യൻ്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ v2 മൈനസ് v1 ഡിവൈഡഡ് ബൈ u1 മൈനസ് u2. അതായത് റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ ഡിവൈഡഡ് ബൈ റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളീഷൻ. ഇതിന് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. എന്താണ്? വി സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ വി അപ്രോച്ച്.
വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് അപ്രോച്ച്. നോക്കടാ, ഇവിടെ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എത്രയാണ്? ആഫ്റ്റർ കൊളിഷൻ എത്ര വെലോസിറ്റി ഉള്ളത്? v/4 അല്ലേ? കാരണം മറ്റേതിന് 0 ആണ്. v/4 - 0 ഡിവൈഡഡ് ബൈ ഇനീഷ്യലി എന്തായിരുന്നു വെലോസിറ്റി? ഇനീഷ്യലി v - 0 അല്ലേ? ഒരു ബോഡിക്ക് അറ്റ് എ ടൈം വെലോസിറ്റി ഉണ്ടായിരുന്നുള്ളൂ. സോ വിയും വിയും ക്യാൻസലായി ബാക്കി എന്ത് കിട്ടി? 1/4 എന്ന് കിട്ടി. 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.25 ആണ്. ഓക്കെ, ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി ആണ്. സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. എടാ നോക്കടാ, ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കോ. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി ഡൗൺവാർഡ്സ് ഫ്രം എ ഹൈറ്റ് ഓഫ് 20 മീറ്റർ വിത്ത് ആൻ ഇനീഷ്യൽ വെലോസിറ്റി v. നമുക്കൊന്ന് വരച്ച് നോക്കാം അല്ലേ? എടാ 20 മീറ്റർ ഹൈറ്റുള്ളൊരു സപ്പോസ് ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിച്ചോ. അവിടെ നിന്ന് v വെലോസിറ്റിയിൽ ഒരു ബോൾ താഴേക്ക് ഇട്ടു. v വെലോസിറ്റിയിൽ ബോൾ താഴേക്ക് ഇട്ടു. ഇറ്റ് കൊളൈഡ്സ് വിത്ത് ദ ഗ്രൗണ്ട്. ഇതാണ് ഗ്രൗണ്ട് എന്ന് വിചാരിച്ചോ. ഇവിടെ കൊളൈഡ് ചെയ്തിട്ട് ലോസസ് 50% ഓഫ് ഇറ്റ്സ് എനർജി. ഇവിടെ ഇതിന് എന്ത് സംഭവിച്ചടാ? ലോസസ് 50% ഓഫ് എനർജി. പിന്നെന്ത് സംഭവിച്ചു? ആൻഡ് റീബൗണ്ട്സ് ടു ദ സെയിം ഹൈറ്റ്. ഇവിടെ തട്ടിട്ട് റീബൗണ്ട് ചെയ്തു. ഏതുവരെ? ഈ സെയിം ഹൈറ്റ് വരെ റീബൗണ്ട് ചെയ്തു. ഓക്കെ, നമുക്കറിയാം റീബൗണ്ട് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യും? താഴേക്ക് വരും. ഓക്കെ, അതവിടെ നോട്ടെ. അപ്പം ഒരു ബോൾ താഴേക്ക് v വെലോസിറ്റിയിൽ എറിഞ്ഞു. ഇവിടെ തട്ടിയിട്ട് തിരിച്ച് ഇതേ ഹൈറ്റ് വരെ എത്തി. ഇതാണ് കണ്ടീഷൻ. പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. എന്താണ്? എനർജിയുടെ പകുതി എന്തായി പോയിട്ടുണ്ട്? ലോസ് ആയി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏത് ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി? എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏത് യൂസ് ചെയ്യാമടാ? കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്യാം. കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ആണ്. നോക്കടാ, ഇവിടെ എന്താ പറഞ്ഞത്? ഫൈനൽ എനർജി, ഫൈനൽ ടോട്ടൽ എനർജി കേട്ടോ. ഞാൻ എനർജി എന്ന് എഴുതിയത് എന്താണ്? കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജിയാണ് ഈ എന്ന് പറഞ്ഞു. ഓക്കെ, ശ്രദ്ധിച്ചോ. ഇവിടെ ഫൈനൽ എനർജി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ എനർജിയുടെ 50% ഉണ്ടാവുകയുള്ളൂ. കാരണം എന്താ? ബാക്കി 50% ലോസ് ആയിപ്പോയി. സോ വി ക്യാൻ റൈറ്റ് 50 ഡിവൈഡഡ് ബൈ 100 ഓഫ് ഈ ഇനീഷ്യൽ. ഇത് മനസ്സിലായോ? ഞാൻ എഴുതിയത് മനസ്സിലായോ? ഫൈനൽ എനർജി എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ എനർജിയുടെ പകുതിയേ ഉണ്ടാവുള്ളൂ. കാരണം പകുതി ലോസ് ആയിപ്പോയി. സോ വി ക്യാൻ റൈറ്റ് EF ഈക്വൽ ടു 0.5 EI. ശരിയല്ലേ? ഇതിന് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? EF ഈക്വൽ ടു 1/2 ഓഫ് EI എന്ന് എഴുതാം. ഓക്കെ, 0.5 എന്ന് പറഞ്ഞാൽ 1/2 ആണല്ലോ. ഇനി ശ്രദ്ധിക്കടാ, നമുക്ക് EF കണ്ടുപിടിക്കാം ആൻഡ് EI കണ്ടുപിടിക്കാം. നോക്കടാ, EI എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ എനർജി അല്ലേ? ഈ ചിത്രത്തിലേക്ക് നോക്കടാ, ഈ വസ്തുവിൻ്റെ വെലോസിറ്റി v. അങ്ങനെയാണെങ്കിൽ ഇതിനൊരു കൈനറ്റിക് എനർജി ഉണ്ടാവില്ലേ? കൈനറ്റിക് എനർജി എത്ര? 12mv². പിന്നെ ഇതൊരു ഹൈറ്റിലാണ്, h ഹൈറ്റിലാണ് നിൽക്കുന്നത് അല്ലേ? ഒരു ഹൈറ്റിൽ നിൽക്കുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? മാസ് ഇൻറ്റു g ഇൻറ്റു h അല്ലേ? ഈ h ഇവിടെ 20 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ എനർജി കിട്ടി എത്ര? 12m ഇൻറ്റു v². അതോടൊപ്പം എന്തുണ്ട്? mgh പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇനി നോക്കടാ, ഇവിടെ അല്ലേ ഫൈനൽ പോയിന്റ്. ഇവിടെ ഒരു വസ്തു മാക്സിമം ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എത്ര? മാക്സിമം ഹൈറ്റിൽ അതിൻ്റെ വെലോസിറ്റി എത്ര ആയിരിക്കും? 0 ആയിരിക്കും അല്ലേ? മാക്സിമം ഹൈറ്റിൽ ഇതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കും അല്ലേ? മാക്സിമം പോയിട്ട് വെലോസിറ്റി 0 ആയി കഴിഞ്ഞാൽ താഴേക്ക് വരും. അപ്പോൾ കൈനറ്റിക് എനർജി ഇവിടെ എന്താണ്? 0 ആണ്. പൊട്ടൻഷ്യൽ എനർജിയോ? എടാ ഇതൊരു ഹൈറ്റിലല്ലേ? ആ ഹൈറ്റ് എത്രയാണ്? h ആണ്. സോ mgh ഉണ്ടാവും. സോ നോക്കടാ, ഇവിടെ ഫൈനൽ എനർജി എത്രയാണ്? കൈനറ്റിക് എനർജി 0 ആണ്. സോ നമുക്ക് എന്തേ കിട്ടുള്ളൂ? mgh കിട്ടും. സോ ഇത് രണ്ടും നമുക്ക് കിട്ടിയല്ലോ. ഇനി നോക്കിക്കോട്ടോ, ശ്രദ്ധിച്ചോ. എടാ ഞാൻ നേരത്തെ എഴുതി ഈ ഫൈനൽ ഈക്വൽ ടു 1/2 ഈ ഇനീഷ്യൽ. ഈ ഫൈനൽ എത്ര? m ഇൻറ്റു g ഇൻറ്റു h ഈക്വൽ ടു ഈ ഫൈനൽ എത്ര? 1/2 ഇൻറ്റു 1/2 ഇൻറ്റു mv² പ്ലസ് m ഇൻറ്റു g ഇൻറ്റു h. അവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശ്രദ്ധിച്ചാൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എല്ലാത്തിലും മാസ് ഉണ്ട് അല്ലേ? മാസ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉണ്ടാവുക? GH ആണ് അല്ലേ? നോക്കടാ, GH ഈക്വൽ ടു 1/2 ഇൻറ്റു 1/2 v² പ്ലസ് GH. ശ്രദ്ധിക്കടാ, G എന്ന് പറഞ്ഞാൽ 10 അല്ലേ? H എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര? 20 ആണ്. ഈക്വൽ 20 മീറ്റർ ആണല്ലോ ഹൈറ്റ്. 1/2 ഇൻറ്റു
1/2 v² പ്ലസ് 10 × 20. നോക്കടാ, ഇതെങ്ങനെ വരും? 200. ഈ 2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ 200 × 2 = 1/2 v² പ്ലസ് 200 വരും. ശരിയല്ലേ? നോക്കടാ, 200 × 2 എത്ര? 400 = 1/2 × v² പ്ലസ് 200 കിട്ടി. ഈ 200നെ ഇങ്ങോട്ട് കൊണ്ടുപോയി എന്ത് സംഭവിക്കും? 400 മൈനസ് 200 = 1/2 v² എന്ന് കിട്ടി. ശരിയല്ലേ? നോക്കടാ, ഇതെത്ര വരും? ഇത് 200 വരും. = 1/2 v² എന്ന് കിട്ടി. ഈ 2നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയി, അപ്പോൾ എന്ത് വരും? 2 × 200 = v² എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി ശ്രദ്ധിച്ചോ, 2 × 200 എത്രയടാ? 400 = v² എന്ന് കിട്ടി. എടാ, റൂട്ട് എടുക്കടാ. റൂട്ട് എടുത്താൽ എന്ത് കിട്ടും? 400ൻ്റെ റൂട്ട് എടുത്താൽ v എന്ന് കിട്ടും. അതെത്രയാണ്? അത് 20 ആണ്. സോ v = 20 m/s. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. സോ നമ്മൾ ഈ വെലോസിറ്റിയിൽ താഴേക്ക് എറിഞ്ഞു കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ കണ്ടീഷനെല്ലാം നടക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താ നോക്കാം. ശ്രദ്ധിക്കടാ, ക്വസ്റ്റ്യൻ നോക്കടാ. The heart of a man pumps 5 liter of blood through the arteries per minute. ആർട്ടറിയിലൂടെ 5 ലിറ്റർ പെർ മിനിറ്റ് ബ്ലഡ് എന്ത് ചെയ്യുന്നുണ്ട്? കടത്തിവിടുന്നുണ്ട്. അറ്റ് പ്രഷർ ഓഫ് 150 mm. പ്രഷർ എത്ര? 150 mm ഓഫ് മെർക്കുറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇഫ് ദ ഡെൻസിറ്റി ഓഫ് മെർക്കുറി തന്നിട്ടുണ്ട് ആൻഡ് ജി തന്നിട്ടുണ്ട്, ദെൻ ദ പവർ ഓഫ് ഹാർട്ടിൻ്റെ പവറാണ് ചോദിച്ചത്. എങ്ങനെ കണ്ടുപിടിക്കാം? എടാ, പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? വർക്ക് ബൈ ടൈമാണ്. ശരിയല്ലേ? പവറിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ബൈ ടൈമാണ്. പക്ഷെ വർക്കും ഇവിടെ തന്നിട്ടില്ല, ടൈമും ഇവിടെ തന്നിട്ടില്ല. സോ നമുക്ക് വർക്കിൻ്റെ മറ്റൊരു ഇക്വേഷൻ അറിയാം. വർക്ക് = എന്താണ്? F.S ആണ് അല്ലേ? അല്ലെങ്കിൽ സോറി, F.S ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ F.X എന്ന് എടുത്തു. സോ വർക്കിന് പകരം ഞാൻ F.X / T എന്ന് എഴുതി. ഓക്കെ, പവറിൻ്റെ ഇക്വേഷൻ ശ്രദ്ധിക്കണം. ഇവിടെ നമുക്ക് പ്രഷർ തന്നിട്ടുണ്ട് അല്ലേ? പ്രഷർ തന്നിട്ടുണ്ട്. എത്ര? 150 mm ഓഫ് മെർക്കുറി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിവിടെ പ്രഷറാണ് അറിയാം. അതുകൊണ്ട് നമുക്ക് പ്രഷറിൻ്റെ ഇക്വേഷൻ അറിയാം. എന്താണ്? F/ഏരിയ, ഫോഴ്സ് പെർ ഏരിയ ആണ് പ്രഷർ. അതിൽ നിന്ന് എഫ് എങ്ങനെ എഴുതാം? പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എഴുതി കൂടെ അല്ലേ? പ്രഷർ ഇൻറ്റു ഏരിയ എഴുതിയാൽ ഫോഴ്സ് കിട്ടും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ അതിവിടെ എഴുതാൻ പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ചോ. എഫിന് പകരം പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു X / T എന്ന് എഴുതി. എന്നെ ശ്രദ്ധിക്കടാ, ഇതൊരു ആർട്ടർ, ഇതൊരു ബ്ലഡ് വെസലാന്ന് വിചാരിച്ചോ. ഇതല്ല ഇതിൻ്റെ ഏരിയ, ക്രോസ് സെക്ഷൻ ഏരിയ ഇതല്ലേ വരിക? ഇല്ലടാ, ഇതല്ല ഇതിൻ്റെ ഏരിയ. ഇനി ഈ ബ്ലഡിൻ്റെ ഏരിയ ഒരു X ഡിസ്റ്റൻസ് സഞ്ചരിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതല്ലേ? ഇല്ലടാ, ഇതല്ലേ അതിൻ്റെ വോളിയം. സോ നമ്മൾ A.X എടുത്ത് നമുക്ക് അപ്രോക്സിമേറ്റ്ലി വോളിയം കിട്ടും. ശരിയല്ലേ? X എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഏരിയ, അത് ഇൻറ്റു X ചെയ്താൽ വോളിയം കിട്ടും. അപ്രോക്സിമേറ്റ്ലി വോളിയം കിട്ടുമില്ല. ശരിയല്ലേ? സോ ഞാൻ ഈ AXന് പകരം ഞാൻ എന്ത് ചെയ്തി? വോളിയം എന്ന് എഴുതി. ഡൗട്ടുണ്ടോ? ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, അത് ചെയ്താൽ എന്ത് കിട്ടും? വോളിയം കിട്ടും. അപ്പം ഇവിടെ എന്നിട്ട് പ്രഷർ ഇൻറ്റു വോളിയം / T, അതാണെന്ത്? പവർ. ഓക്കെ, എടാ ഇനി നോക്കടാ, നമുക്കിവിടെ പ്രഷർ അറിയോ? പ്രഷർ എത്ര? 150 mm ഓഫ് മെർക്കുറി Hg. ശരിയല്ലേ? ഈ 150 mm എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെ ഹൈറ്റാണ്. മെർക്കുറിയുടെ ഹൈറ്റാണ് ഇവിടെ പറഞ്ഞത് 150 mm. സോ നമുക്ക് പ്രഷർ കാണണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ ρgh എന്നുള്ള ഇക്വേഷനാണ്. പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? ρgh. നോക്കടാ, റോ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ്. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി. ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ്, എച്ച് എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്. എടാ, ഇവിടെ റോയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 13.6 × 10³ kg/m³ ഇൻറ്റു ജി എത്ര? 10 ഇൻറ്റു എച്ച്. 150 mm ആണ് തന്നത് അല്ലേ? 150 mm എന്ന് പറഞ്ഞാൽ അതിന് മീറ്ററിലേക്ക് മാറ്റി എത്ര കിട്ടും? 0.15 മീറ്റർ എന്ന് കിട്ടും. 0.15 മീറ്റർ. എടാ, ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്ര ആയിരിക്കും അറിയോ? ശ്രദ്ധിച്ചോ, ചെയ്ത് കഴിഞ്ഞാൽ 20.4 × 10³ പാസ്കൽ പ്രഷർ കിട്ടും. മനസ്സിലായോ? പ്രഷർ കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വോളിയം ആൻഡ് ടൈം. എടാ, നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? 5 liters per minute എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇതാണ് വോളിയം ബൈ ടി. എത്ര വോളിയം? പെർ ടൈം. ഓക്കെ, 5 liter per minute.
പക്ഷേ ഇവിടെ നോക്കണേ നമ്മളെല്ലാതും SI യൂണിറ്റിലേക്ക് മാറ്റണം, ശരിയല്ലേ? ഇവിടെ നോക്കടാ ലിറ്ററിലതാണ്, അതിന് മീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. മിനിറ്റിന് എന്തിലേക്ക് മാറ്റണം? സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോൾ ശ്രദ്ധിക്കുക, എടാ ഒരു മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്ററാണ്. ഓക്കെ, 1000 ലിറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 1 ലിറ്റർ പറഞ്ഞാൽ എത്ര? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁻³ മീറ്റർ ക്യൂബ്. അപ്പോൾ നമ്മൾ 5 ലിറ്റർ എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ ഈക്വൽ ടു 5 × 10⁻³ വിച്ച് വിൽ ബി ഈക്വൽ ടു 0.005 മീറ്റർ ക്യൂബ്. അതുപോലെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 സെക്കൻഡാണ്. ഓക്കെ, ഇനി നോക്കിക്കോ, ശ്രദ്ധിച്ചോ. നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയത് എത്രയായിരുന്നോടാ? പ്രഷർ ഇൻറ്റു വോളിയം ബൈ ടൈം, ശരിയല്ലേ? പ്രഷർ നമുക്ക് കിട്ടി എത്ര? 20.4 × 10⁻³ ഇനി ഇതിനെ V/T ആയിട്ട് ഇൻറ്റു ചെയ്യണം അല്ലേ? വോളിയം പെർ ടൈം. എടാ ഞാൻ പറഞ്ഞു 5 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.005 ആണ്, ഡിവൈഡഡ് ബൈ മിനിറ്റിനെ സെക്കൻഡിലേക്ക് മാറ്റുക. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കിട്ടുന്ന ഉത്തരം എത്ര ആയിരിക്കും അറിയോ? ശ്രദ്ധിച്ചോ, 0.0017 × 10⁻³ വാട്ട്സ് എന്ന് വെച്ചാൽ 1.7 വാട്ട്സ് കിട്ടും. ഇതാണ് എന്ത്? ഹാർട്ടിൻ്റെ പവർ. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പ്രഷർ ഇൻറ്റു വോളിയം ബൈ ടൈം. ഇവിടെ പ്രഷർ നമ്മളെങ്ങനെ കണ്ടുപിടിച്ചത്? ρgh വെച്ചിട്ട് പ്രഷർ കണ്ടുപിടിച്ചു. വോളിയം ബൈ ടൈം എങ്ങനെയാണ്? ഇവർ തന്നിട്ടുണ്ട് 5 ലിറ്റർ പെർ മിനിറ്റ് തന്നിട്ടുണ്ട്. അതിനെല്ലാത്തിനും നമ്മൾ എന്ത് ചെയ്തു? SI യൂണിറ്റിലേക്ക് മാറ്റി. എന്നിട്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് കിട്ടി എന്ത്? പവർ ഈക്വൽ ടു 1.7 വാട്ട്സ്. സോ എത്രയാണ് ഉത്തരം? ഓപ്ഷൻ D ആണ്. സോ ഇതുപോലത്തെ വെറൈറ്റി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.